ഒരു ലോകവും മിഴികളാൽ കാണാതെ പോകുന്നതാം നാനാലോകസഹസ്രവും തവ മടിത്തട്ടാണു ലോകാംബികേ. വീണാൽ പോലും ഇവൻ പതിപ്പതു രമേ നീ നൽകുമങ്കത്തടം. താനാമാശ്രയഭൂവിലാണവിടെയാണാനന്ദ ശയ്യാതലം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ജീവാത്മാവാകുന്ന ശരത്തെ പരമാത്മാവാകുന്ന ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെയാണ് പറയണത്. സപ്തമസ്കന്ധം 36-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. പ്രണബോധനു ശരോഹ്യാത്മാ ബ്രഹ്മതല്ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേധവ്യം ശരവത്തന്മയോ ഭവേത്. എന്താണ് ഈ ശരം മുതലായവ എന്നാണെങ്കിൽ, പ്രണവമാണ് വില്ല്, അന്ധക്കരണമാണ് ശരം, ബ്രഹ്മമാണ് ലക്ഷ്യം. ഏകാഗ്രചിത്തനായിക്കൊണ്ട് ആ ലക്ഷ്യത്തെ ഭേദിക്കണം, എന്നാൽ ആ ലക്ഷ്യവുമായി തന്മയീഭാവം പ്രാപിക്കാം. ഏതൊന്നിലാണോ സ്വർഗവും ഭൂമിയും ആകാശവും എല്ലാം മനസ്സ്, പ്രാണങ്ങള് എന്നിവയോടുകൂടി ഓതംപ്രോതമായിരിക്കുന്നത്, ഇടചേർന്നിരിക്കുന്നത്, തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ഒന്നിനെയാണ് ഒന്നാണ് പരമാത്മാവ് എന്നറിയുക. മറ്റ് ലൗകിക ഭൗതിക ജ്ഞാനങ്ങളെല്ലാം തന്നെ പരിത്യജിക്കണം. കാരണം സംസാര സമുദ്രം കടക്കാനുള്ള ഉപായം ആത്മജ്ഞാനം മാത്രമാണ്. ഇപ്പം നമ്മൾ സാധാരണ റോഡ് കൂടിയിട്ട് ഓടിച്ചു പോകുന്നതായിട്ടുള്ള ഒരു കാറോ ബസ്സോ കൊണ്ട് ഒരു സമുദ്രത്തിലെ ജലത്തിലേക്ക് ഇറങ്ങിയാൽ എന്താവും? ആ കാറും ബസ്സും ആ ജലത്തിൽ മുങ്ങിപ്പോകും. ഇന്നിപ്പോൾ ശാസ്ത്രീയമായിട്ട് ജലത്തിൻ്റെ മുകളിൽ കൂടി സഞ്ചരിക്കുന്ന ചില കാറുകളോ ബസ്സുകളോ ഒക്കെ എവിടേക്കോ ഫോറിനിലുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആ സംവിധാനമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. സാധാരണഗതിയിലുള്ള ചിന്താഗതിയിലുള്ള ഒരു ഉദാഹരണം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ റോഡിൽ കൂടെയൊക്കെയാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കാറോ സ്കൂട്ടറോ ബൈക്കോ ബസ്സോ ഒക്കെ ഉപയോഗിച്ച് കൊണ്ടുപോവാം. പക്ഷേ ഇപ്പം നമുക്ക് ഒരു സമുദ്രത്തിൽ കൂടി അല്ലെങ്കിൽ ഒരു നദിയിൽ കൂടിയാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ ഈ കാറും ബസ്സും ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിൽ കൂടെ പോവാൻ തോണി, വഞ്ചി, കപ്പല്, പായല് മുതലായിട്ടുള്ള ആ ജലത്തിൽ മുങ്ങാത്തതായിട്ടുള്ള അത്തരം ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് വേണം ജലത്തിൽ പ്രവേശിക്കാൻ. എങ്ങനെ ആ ജലം നമുക്ക് മുറിച്ചു കടക്കാൻ അക്കരെ എത്താൻ സാധിക്കുള്ളൂ എന്നതുമാതിരി ഈ ലൗകിക ജ്ഞാനങ്ങളൊക്കെ നമുക്ക് ഈ സംസാരത്തിൻ്റെ ഉള്ളിൽ കടന്ന് ഉഴറാൻ, സംസാരത്തിൻ്റെ ഉള്ളിൽ ചലിക്കാൻ, തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ചുറ്റി നടക്കാൻ, അതൊക്കെ നമുക്ക് ഈ ലൗകിക ഭൗതിക ജ്ഞാനങ്ങൾ മതിയാവും. പക്ഷേ ഈ സംസാരമാകുന്ന സമുദ്രത്തിനെ ഇതിനെ താണ്ടണമെന്നുണ്ടെങ്കിൽ, ഈ സംസാര സാഗരത്തെ താണ്ടണമെന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനം തന്നെ നേടണം. പ്ലവം സുകൽപ്പം ഗുരുകർണധാരം. മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം ന തരേത് സ ആത്മഹ. ഭാഗവതത്തില്
ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവന് ഉപദേശം കൊടുക്കുമ്പോൾ പറയണതാണ്. ഈ ശരീരത്തിനെ തോണിയാക്കിക്കൊണ്ട് ഗുരുവിൽ നിന്നും ആത്മജ്ഞാനം നേടിക്കൊണ്ട് സംസാരമാകുന്ന ഈ സമുദ്രത്തെ എൻ്റെ അനുഗ്രഹം കൊണ്ട് താണ്ടി മറുകരയ്ക്ക് കിടക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ലൗകിക ജ്ഞാനങ്ങളൊക്കെ ഈ സംസാരത്തിൽ കടന്നുഴറാൻ സഹായിക്കും നമ്മളെ എന്നല്ലാതെ ഈ സംസാരമാകുന്ന സമുദ്രം കടക്കാനുള്ള ഉപായം എന്താണെന്ന് പറഞ്ഞാൽ ലൗകിക ഭൗതിക ജ്ഞാനങ്ങളല്ല. അതിപ്പോൾ ഡോക്ടറേറ്റോ PhDയോ എന്തൊക്കെ വേണമെങ്കിലും MSോ MDയോ ഇതൊക്കെ എടുത്താലും അതൊക്കെ ഈ ലോകത്തിൽ സംസാരത്തിൽ കടന്ന് ചുറ്റിത്തിരിയാൻ ഉപയോഗപ്പെടുന്നല്ലാതെ സംസാരത്തെ തരണം ചെയ്യണം, സംസാരമാകുന്ന സാഗരത്തെ തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഈ ഭൗതിക ലൗകിക ജ്ഞാനം പോരാ, എന്തു തന്നെ വേണം? ആത്മജ്ഞാനം തന്നെ വേണം എന്ന് പറയാണ്. എപ്രകാരം എന്ന് പറഞ്ഞാൽ അരാ ഇവരധനാഭൗ സംഹത യത്ര നാടയ സയേഷോ വന്ദശ്ചരധേ ബഹുധാ ജായമാന. ഈ വണ്ടിച്ചക്രത്തിൻ്റെ മധ്യത്തിൽ അതിൻ്റെ ആരക്കല്ലുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ഒരു കൂടത്തിലാണ്. അതുപോലെ നാടുകളുടെ മൂലസ്ഥാനമായ ഹൃദയത്തിൽ പല പ്രകാരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബുദ്ധിവൃത്തികൾ സാക്ഷിഭൂതനായിട്ട് ആത്മാവ് വർത്തിക്കുന്നു. ആത്മാവിനെ ഓങ്കാരമായി ധ്യാനിക്കുക, അത് അജ്ഞാനത്തിൻ്റെ മറുകര കടക്കാൻ സഹായിക്കും. ആത്മാവ് ദിവ്യമായിട്ടുള്ള ബ്രഹ്മപുരത്തിലെ ഹൃദയാകാശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പരമാത്മാവ് മനോമയനായിട്ട് പ്രാണികൾക്കും ശരീരത്തിനും അന്നമയമായിട്ടുള്ള ശരീരത്തിലെ ബുദ്ധിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനികളെ ജ്ഞാനത്താൽ അമൃതസ്വരൂപം അമൃതവുമായി പ്രകാശിക്കുന്നതായിട്ടുള്ള അതിനെ അനുഭവവേദ്യമാക്കി തീർക്കണു. ഇങ്ങനെയുള്ള പരമാത്മാവിനെ ദർശിക്കുമ്പോൾ ഹൃദയത്തിലെ അഹങ്കാരം തുടങ്ങിയ അവിദ്യാഗ്രന്ഥികൾ അറ്റുപോകണു, സർവസംശയങ്ങളും നശിക്കണു, സകല കർമ്മങ്ങളും നശിക്കണു. ഈ ബ്രഹ്മത്തെ ജ്യോതികൾക്കും ജ്യോതിസായും നിർമ്മലനായും ശുഭ്രനായും ആനന്ദമയ കോശത്തിൽ സ്ഥിതി ചെയ്യുന്നവനായും സത്വരജ തമോ ഗുണത്രയങ്ങൾക്ക് അതീതനായിട്ടും കാണാൻ കഴിയണു. അവിടെ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നും പ്രകാശിക്കുന്നില്ല, അഗ്നിയാദികളൊന്നും അവിടെ പ്രകാശിക്കണില്ല. ഇവയൊക്കെ പ്രകാശിക്കുന്നത് തന്നെ ആ പ്രകാശമാനമായിട്ടുള്ള ആ ബ്രഹ്മത്തിൻ്റെ പ്രകാശത്തെ ആശ്രയിച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ബ്രഹ്മം തന്നെയാണ് അമൃതം എന്ന് പറയുന്നത്. അമൃതമയ കോശം എന്ന് പറഞ്ഞില്ലേ, ആ പഞ്ചകോശങ്ങൾ, അതാണ് പറഞ്ഞു വരുന്നത്. ആ ബ്രഹ്മം തന്നെയാണ് അമൃതമയ കോശം. ആ ബ്രഹ്മം തന്നെയാണ് മുന്നിലും പിന്നിലും തെക്കും വടക്കും താഴെയും മുകളിലും സർവത്ര നിറഞ്ഞു നിൽക്കുന്നത്.